ടീം പെണ്ണ് കേസ്, വെൽക്കം ടു സെല്ലുലോയിഡ്. ഹതഭാഗ്യരായ കുറെ ഭർത്താക്കന്മാരിൽ ഒരാൾ, പിന്നെ അതിന്റെ കൂടെ ഭർത്താക്കന്മാർക്കെതിരെ പോരാടിയ ഒരു പോരാളി, അതിന്റെ ക്രിയേറ്റേഴ്സ്, അവരാണ് ഇന്ന് നമ്മുടെ കൂടെ സെല്ലുലോയിഡിലുള്ളത്. ഈ എനിക്ക് കുറച്ച് ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ചെറിയ കുറച്ച് ഛായകൾ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ട് പല രീതിയിലും. പക്ഷെ എന്നാലും ഞാനൊരു കാര്യം പറയാം, ഈ സ്ത്രീ സംബന്ധമായിട്ടുള്ള സ്ത്രീധനം, അവിഹിതം, പെണ്ണ് കേസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഐ ഡോണ്ട് നോ ഭയങ്കര ഫണ്ണാണ് സംഭവം. അതിപ്പം സീരിയൽ ആയാലും ശരി, സിനിമ ആയാലും ശരി, പണ്ടത്തെ സിനിമകൾ എടുത്താലും ശരി, അടിപൊളിയാണ്. ഞാൻ ട്രെയിലർ കണ്ടു, ഫൺ പാക്ഡ് മൂവി. നിഖിലയുണ്ട്, നല്ല ഒരുപാട് കാസ്റ്റ് ആണെങ്കിലും ഓൾസോ ഡിഫറെന്റ്ലി കാസ്റ്റഡ് ആണ്. അജു വർഗീസ് ഉണ്ട്, ഹരിച്ചേട്ടൻ, അതുപോലെ പിഷാരടി ഉണ്ട്, പിന്നെ ഒരുപാട് ഇന്റർനെറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. എനിക്ക് അവരെയും ഒന്ന് കാണാനായിട്ടൊക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇന്റർനെറ്റ് പേഴ്സണാലിറ്റീസ് നമുക്കൊരു ഉണ്ടാവുമല്ലോ, കണ്ട് റീൽസിലൂടെ ആണെങ്കിലും. അപ്പൊ അവരിങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണാനായിട്ടുള്ള ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റിയും അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ആണ് നിങ്ങളുടെ ഒരു ട്രെയിലറിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തത്. നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ ഞാൻ ഭയങ്കര ത്രില്ലിലിരിക്കുകയാണ്. അതുകൊണ്ടോ അത് മാത്രമല്ല, എല്ലാവരും ഭയങ്കര കോമഡിക്കാരും അലമ്പന്മാരുമാണ്. ഇന്നത്തെ എപ്പിസോഡ് അത്ര അതുപോലെ ഞങ്ങൾ നല്ല ഫണ്ണായിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. ഒരു മഴ പെയ്തോണ്ട് എന്നിട്ട് പറയാണ് അവിഹിതം തമാശയാണ്, പെണ്ണ് കേസ് ഇതൊക്കെ ഉൾപ്പെട്ടവർക്ക് അറിയാൻ തമാശ, നിങ്ങൾക്ക് തമാശ അല്ല. പേര് നിങ്ങൾ സന്തോഷിച്ചാണല്ലോ അല്ലേ ഒരു പെണ്ണിനെ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് കേസിൽ ഉൾപ്പെട്ടവർ സന്തോഷിച്ചുകൊണ്ട് വന്ന് ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന്. അതെ, ഞാനത് പറഞ്ഞേ ഉള്ളൂ, നമ്മുടെ ഇൻട്രോ അതായിരുന്നു. അല്ല, അതെല്ലാം മെയിൻ ഒരു കാരണം കൂടെ ഉണ്ട്. സാധാരണ പെണ്ണ് കേസിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്ന ആണുങ്ങളെയാണ്. ഈ സിനിമയിൽ പെണ്ണ് കേസിൽ ഉൾപ്പെട്ടത് ഒരു പെണ്ണാണ്. രശ്മിയുടെ അടുത്ത് ഞാൻ കാണിച്ചു കേട്ടെ, പടത്തിന്റെ പേര് തന്നെ പെണ്ണ് കേസ്. ഞാനാണെങ്കിൽ ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സ്ത്രീകളെ കണ്ടിട്ടില്ല. വളരെ അങ്ങനെ ഒരു മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് രശ്മി. എങ്ങനെ അത് ഭയങ്കര കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. എങ്ങനെ ഇതിലെത്തി? ആക്ച്വലി കഥ ഫെബിൻ്റെതാണ്. ഓക്കെ, നമ്മള് സുഹൃത്തുക്കളാണ്, കോമൺ ആയിട്ടുള്ള നമുക്ക് ഫ്രണ്ട്സ്. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അങ്ങനെയാണ് നമ്മൾ കോവിഡിനൊക്കെ മുമ്പേ ഈ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിരുന്നു. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാനുള്ള സമയം 2025 ആയതുകൊണ്ട് ഇപ്പോഴത്തേക്ക് എത്തിയതാണ്. ഓക്കെ, പെണ്ണ് കേസ് എന്നുള്ള പേരും നമ്മളുടെ ഒരു സൗഹൃദത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്കഷൻ വന്നതാണ്. നമ്മളെങ്ങനെ, അതായത് സ്ത്രീകൾ ഉൾപ്പെടുന്ന കേസുകളൊക്കെ നമുക്ക് പെണ്ണ് കേസാണ്. ഏത് പെണ്ണൊരു കേസ് പെട്ടാലും അതിന് വേറൊരു വൈറൽ കണ്ടന്റും ഉണ്ടാവും, അതൊരു പെണ്ണ് കേസായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ നമ്മള് അങ്ങനെ ഒരു പേരാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പേര് പിക്ക് ചെയ്തത്. ഇതില് ഏറ്റവും വലിയൊരു വിഷമകരമായ ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ ഒരു സിനിമയുടെ പേര് പറഞ്ഞ് നമുക്ക് അങ്ങ് പോവാം. ഇത് ഏത് സിനിമ ഇപ്പൊ വരാൻ പോന്നെ, അത് പെണ്ണ് കേസാ, പക്ഷെ നല്ല പടവാ കേട്ടോ എന്നോട് പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇതില്. ഇല്ലെങ്കിലേ, ഞാനിപ്പോ ബാംഗ്ലൂർ പോയപ്പോ ഒരു പള്ളിയിലച്ഛൻ്റെ അടുത്തൊരു പ്രോഗ്രാമിലായിരുന്നു. അപ്പോൾ ഒരു ആൾ വന്നോട് ചോദിച്ചു, ഏതാ ഇനിയും പടം വരുന്നത്? ഞാൻ പറഞ്ഞു പെണ്ണ് കേസ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അച്ഛൻ എന്നോട് പറയാം, അതെ നിങ്ങൾ ഇത്തിരി ഇമേജിലൊക്കെ നിൽക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചോണേ. അങ്ങനെ കൂടെ പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഓൾറെഡി ഇത് ചർച്ചയായിപ്പെട്ടിട്ടുണ്ട്. ഈ നമ്മുടെ ഒരു പേര് ആര് സെലക്ട് ചെയ്താലും എനിക്ക് തോന്നുന്നു നമ്മള് ഇറങ്ങുന്നതിനോ റിലീസിങ് പ്രഖ്യാപിക്കുന്നതിനോ ഒക്കെ മുമ്പ് തന്നെ ആ ഒരു പേര് പൊതുവെ സമൂഹത്തില് ഹിറ്റായിട്ടുണ്ട്. അപ്പൊ ഐഡിയ ഉള്ള ആരുടെ ആണെങ്കിലും. ഫസ്റ്റ് പടമല്ലേ? അല്ലല്ല, ഫസ്റ്റിലെ എനിക്ക് തോന്നുന്നു ജ്യോതിഷൻ അല്ലാതെ അഭിനയിക്കുന്ന ഒരു പടമാണ്. ഇതിലേക്ക് ഞാൻ വന്നത് ഒരു രസകരമാണ്. എന്നെ ഫെബിൻ വിളിച്ചു, ഇങ്ങനെ ഒരു സിനിമയുണ്ട്, അപ്പൊ അതില് അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റെഡിയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഫെബിനും എനിക്കും കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇന്ന മാസമായിരിക്കും ഷൂട്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഫുക്കറ്റിൽ പോകാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളി എന്നോട് ഫുക്കറ്റിൽ ചെല്ലാൻ പറഞ്ഞു. അവൻ ടിക്കറ്റും എടുത്തു. അയച്ചെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഫെബിൻ വിളിച്ച് ഡേറ്റ് പറഞ്ഞു. അപ്പം ആ ഡേറ്റും ഈ ഡേറ്റും ഒരേ ഡേറ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഫെബിനെ എനിക്ക് പറ്റത്തില്ല. പക്ഷെ എനിക്കൊരു വിഷമാണ്, ഒരു സിനിമയിൽ ഒരു ആസ്ട്രോളജർ അല്ലാത്തൊരു കഥാപാത്രം വരുന്നു എന്ന് പറയുന്നത് നല്ലതാണെന്ന് വിചാരിച്ചു എല്ലാവരും ഇതാ വിളിക്കുന്നത്. ഞാൻ ഇനി ഇതിന് പോകുന്നില്ലെന്ന് വെച്ചിട്ടിരുന്നാണ്. അപ്പൊ അങ്ങനെ പട്ടായ പോയില്ല, സോറി ഫുക്കറ്റിൽ പോയില്ല. അപ്പൊ എന്നിട്ട് അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങ് വിട്ടു. എന്നിട്ട് ഞാൻ ആ ആളെ വിളിച്ചു, ആ പയ്യനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നല്ലൊരു സിനിമ വന്നായിരുന്നു, കളഞ്ഞു, നീ അവിടെ വരണം എന്ന് പറഞ്ഞതുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചേട്ടാ അതല്ല, സിനിമ എടുക്ക്, അത് കുഴപ്പമില്ല, ഞാൻ ടിക്കറ്റൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് വേറെ എടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ അപ്പം ഫെബിനെയാണോ ആരെയും വിളിച്ചപ്പം എന്നോട് പറഞ്ഞു, ഇല്ല അത് ഓൾറെഡി ആളായി പോയെന്ന്. അപ്പൊ ഞാൻ അവനോട് വിളിച്ച ഒരാളായിരുന്നു. പിന്നെ തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആളെ മാറ്റി തോന്നില്ലേ. പിന്നെ നമ്മള് തീരുമാനിച്ചില്ലായിരുന്നു, വേറൊരാളെ അന്വേഷണത്തിലായിരുന്നു. അപ്പൊ വീണ്ടും അങ്ങനെ വന്നാണ് ഈ സിനിമ. പക്ഷെ ഞാൻ ഷൂട്ടിന്റെ
ഇതൊക്കെ വെച്ചിട്ടൊക്കെ പറയുന്ന ഒരു നല്ല സിനിമയായിരിക്കും ഇത്. ഈ നമുക്ക് ശരിക്കും നമ്മുടെ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു രസകരമായ എൻട്രി തന്നെ, ഇൻട്രോ തന്നെ ഒരു വളരെ രസകരമായ രീതിയിലാണ് ഇത് എടുത്തു വെച്ചിട്ടുള്ളത്. ട്രെയിലർ ഭയങ്കര ഭയങ്കര ഫൺ പാക്ഡ് ആയിരുന്നു. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരുപാട് എലമെന്റ്സ് ട്രെയിലറിലുണ്ട്. ഈ നിഖിലയ്ക്ക് നമ്മളുടെ ഒരു തന്റേടിയായ പെൺകുട്ടി എന്നുള്ള ഒരു ഇമേജ് ഓൾറെഡി ഉണ്ട് അല്ലെ? ഇച്ചിരി എന്തെങ്കിലും പ്രശ്നക്കാരി അങ്ങനെ എന്തെങ്കിലും ട്വിസ്റ്റ് ഒക്കെ തോന്നുന്ന രീതിയിൽ അങ്ങനെയാണോ നിഖില ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്, പേരുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ? അല്ല, അങ്ങനെയല്ല. നിഖില ഒരു നമ്മള് നിഖില മുമ്പ് അഭിനയിച്ച സിനിമകള് നമുക്ക് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഓൾറെഡി നമ്മുടെ ചർച്ചകളിൽ നിഖില ഒരു നല്ലൊരു ഓപ്ഷൻ ആണെന്നുള്ള രീതിയിൽ പിന്നീട് നിഖില എടുത്ത് പോയി കഥ പറയുകയാണ് ചെയ്ത്. ഈ ഒരു തന്റേടി ആ പുറത്തുള്ള ഇമേജ് അങ്ങനത്തെ ഇമേജുകളൊന്നും അല്ല. നമ്മുടെ അഭിനയിച്ച കഥാപാത്രങ്ങളിലുള്ള ഒരു അവരുടെ ഒരു അതുപോലെ ടൈറ്റിലിന്റെ കാര്യം അങ്ങനെ ഒരു ഇതിൽ അഭിനയിക്കുക എന്നുള്ള നിഖിലെ പോലെ ഒരാൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിഖില അത് വളരെ പ്രൊഫഷണലിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളെ കൂടെ നിന്നത്. ഒരു നെഗറ്റീവ് റോൾ ചെയ്യുന്നതിന്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. ഓക്കെ, എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് ഈ പെണ്ണുകേസ് എന്നുള്ള മൂവി? പെണ്ണേസ് ഒരു ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ ഒരു വിവാഹ തട്ടിപ്പ് എടുത്തൊരു പെൺകുട്ടി, അവൾക്ക് കുറെ ഭർത്താക്കന്മാര്. ഇതാണ് ഒരു നമുക്ക് പെട്ടെന്ന് പറയാവുന്ന വൺലൈൻ. എനിക്ക് അതിൽ കൂടെ പറഞ്ഞ എനിക്ക് സ്പോയിലർ ആയി ഇല്ല. നമ്മുടെ ജീവിതാനുഭവങ്ങളല്ല ശരിയാക്കിയത്. അങ്ങനെയല്ല, അങ്ങനത്തെ പെണ്ണുങ്ങളെ കണ്ടുപിടിയിട്ടുണ്ടോ? കഥ കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഇൻസ്പിറേഷനോ? ചുമ്മാ നമ്മളെ ഷൂട്ട് നടക്കുമ്പോ പോലും ഒരു കേരളത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടീനെ അറസ്റ്റ് ചെയ്ത് ഇതേപോലെ പല ആണുങ്ങളെ വിവാഹം കഴിച്ച് പറ്റിച്ച ഒരു പെൺകുട്ടീനെ അറസ്റ്റ് ചെയ്തൊരു കഥ. അങ്ങനെ പല കഥകളും മുമ്പും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റോറി പിക്ക് ചെയ്തതും അങ്ങനെ ഒരു വാർത്തയും തന്നെയാണ്. ശാലിനി എന്ന് പറഞ്ഞ വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പത്രത്തിൽ വായിച്ചിട്ടാണ് നമ്മൾ ഈ കഥയിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതിങ്ങനെ കേരളത്തിൽ നല്ല മൊത്തത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വേർഷനാണ് പെണ്ണുകേസ് ശരിക്കും പറഞ്ഞ. ഇപ്പൊ റീസെന്റ് സെയിം ഒരു ഇഷ്യൂ വന്നു. ഞാൻ വാർത്ത ഫെബിന് അയച്ചു കൊടുത്തു. ഒരു ഇത് ഷൂട്ട് കഥ ആലോചിക്കുന്നതിന് മുന്നേ ഒരുപാട് വിവാഹ തട്ടിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഒരുപാട് വിവാഹ തട്ടിപ്പുകൾ. ഞാൻ ഇത് പിന്നെ നമ്മൾ ഇത് റിസർച്ച് ചെയ്തതിന്റെ പ്രകാരം നമുക്ക് വരുന്ന ഫീഡുകളിൽ വരുന്നതൊക്കെ ഇത്തരം വാർത്തകൾ നമുക്ക് കൂടുതലായിട്ട് വരുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് വിവാഹ തട്ടിപ്പുകൾ, ആണുങ്ങൾ നടത്തുന്ന വിവാഹ തട്ടിപ്പുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് പെൺകുട്ടികൾ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. ഇതില് വേറെ വലിയ രസകരമായ ഒരു കാര്യമുണ്ട്. അഭിനയിച്ച പടങ്ങൾ അവിഹിതം, കഴിഞ്ഞ പടം ഞാൻ ലാസ്റ്റ് ചെയ്ത അവിഹിതാണ്. അല്ല, അത് ഇങ്ങനെ പറയാ. എന്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, നിനക്ക് തറവാട്ട് പറഞ്ഞ സിനിമകളൊന്നും കിട്ടില്ല. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതായാലും പെണ്ണുകേസ് ആയാലും നല്ല കിടിലൻ സിനിമകളാണ്. കണ്ടിന്യൂ എല്ലാവർക്കും മനസ്സിലാവും. നല്ലോണം ചിരിക്കാനുള്ള എന്റർടൈനർ ആയിരിക്കും. ശരി ചേട്ടൻ, ഇതില് ഭർത്താക്കന്മാർക്ക് എതിരെ പോരാടിയ ഒരാളാണെന്ന് പറഞ്ഞല്ലോ. എന്താണ് ആ ക്യാരക്ടർ? അതൊന്ന് പറഞ്ഞുതരാമോ? ക്യാരക്ടറിന്റെ പേര് റിജു എന്നാണ്. ഓക്കെ. അപ്പോ ഇതുപോലെ ഒരു ഭർത്താവിന്റെ, കുറെ ഭർത്താക്കന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഒരു ഭർത്താവിന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്താണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പൊ ആ ഭർത്താവിനെ ഭർത്താവാക്കാനുള്ള ചില തത്രപ്പാടുകൾ, പല പോരാട്ടങ്ങളിലും എനിക്ക് ഏർപ്പെട്ടുണ്ടായിട്ട് വന്നിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പൊ ശരിക്കും ഒരു ഭയങ്കര സുഹൃത്താണ് നിങ്ങൾ? അതെ അതെ. ആ സ്ത്രീയായിട്ട് ഒരു ബന്ധമില്ല? ആ സ്ത്രീയായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഇല്ല. അതേപോലുള്ള വേറെ സ്ത്രീ അല്ല, അതേപോലുള്ള വേറെ സ്ത്രീ, പക്ഷെ ആ സ്ത്രീയുമായിട്ടൊരു ബന്ധമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ, ഇത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അസാധ്യമായി ഇദ്ദേഹം അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ ഇരുന്നിട്ട് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഈ ഒരു പെണ്ണുകേസ്. നല്ല മനോഹരമായിട്ട് അദ്ദേഹത്തിന് നല്ലൊരു റോളാണ്. അതെ, അദ്ദേഹം ശ്രദ്ധിക്കപ്പെടും ആ ഒരു സിനിമയിൽ. അദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് ചെയ്തു എന്ന് മാത്രമല്ല, നല്ലൊരു കഥാപാത്രമാണ് ഫെബിൻ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. ഫെബിന് താങ്ക്സ് പറയണം. ഫെബിൻ എന്നെ സോഷ്യൽ മീഡിയയില് മീൻസ് ഫേസ്ബുക്കിൽ തപ്പി കണ്ടുപിടിച്ച് ഞാൻ കരിക്കിന്റെ ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെബാസ്റ്റ്യന്റെ വെള്ളിയാഴ്ച പറഞ്ഞിട്ട്. അപ്പൊ അത് കണ്ട് ഫെബിൻ എന്നെ ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്ത് നമ്പർ വാങ്ങി അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടാണ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് കൊടുത്ത് ആ സമയത്ത് കൊടുത്താണ്. എനിക്ക് പുള്ളീനെ ഭയങ്കര അതിലെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ജസ്റ്റ് ഇതിട്ടു. അപ്പോൾ ഈ സമയത്ത് പിന്നെ വീണ്ടും നമ്മുടെ പടം ഓണായ സമയത്ത് നമുക്കിങ്ങനെ നമ്മുടെ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഇയാൾക്ക് ഒരു കഥാപാത്രം കൊടുക്കാലോ എന്നുള്ള ആലോചന ഉണ്ടായിരുന്നു.
നമ്മുടെ സിനിമ ആലോചനയിൽ വന്നപ്പോൾ തന്നെ ഞാൻ വീണ്ടും പുള്ളിക്ക് തിരിച്ചൊരു പിന്നെ ഇങ്ങനെ ഒരു പടമുണ്ട്, ഞാൻ പടം ചെയ്യുന്നുണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചവിടെ പറഞ്ഞു ഞാൻ നാളെ രാവിലെ എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ എത്താമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി അടുത്ത് എവിടെയോ ആണ് താമസിക്കുന്നത്, കൊച്ചിയിൽ എവിടെയോ താമസിക്കും. പക്ഷെ പുള്ളി രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് രാത്രി തന്നെ ബാംഗ്ലൂരിൽ നിന്ന് കയറി, രാത്രിയാണ് ഞാൻ മെസ്സേജ് ഇടുന്നത്, എനിക്ക് തോന്നുന്നൊരു 8 മണി 6 മണി സമയത്തിട്ടാണ്. പുള്ളി പിറ്റേന്ന് രാവിലെ 5 മണിക്ക് എൻ്റെ വീടിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഒരു ഒറ്റ കാര്യം കൂടെ, നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചത് ഒരു പെണ്ണ് കേസ് കൊണ്ട് വരുന്നതല്ലോ? ഇല്ല അങ്ങനല്ല. ഇത് ബാംഗ്ലൂരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ പിന്നെ പലപ്പോഴും ആൾക്കാർ വിളിക്കാറില്ല. അവിടുന്ന് ഇനി ഇവിടം വരെ വന്നിട്ട് ഇനി എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു നൈറ്റ് യാത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ നാട് പയ്യന്നൂർ, അവിടുന്ന് കൊച്ചിക്ക് വരണമെങ്കിൽ എനിക്ക് ഒരു നൈറ്റ് യാത്രയാണ്. ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അയ്യോ ബാംഗ്ലൂർ എന്നുള്ളൊരു ചിന്ത, അവിടെ ഞാൻ മിണ്ടാറില്ല. നാളെ രാവിലെ എത്ര നാളെ രാവിലെ എത്തുക. സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര പാഷനേറ്റ് എന്ന് തോന്നുന്നു അല്ലെ? ഇത് അഭിനയിച്ച് കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു റിലീസിന്റെ സമയത്ത്? ഇവരെല്ലാരും തകർത്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാരും തകർത്തു, ഹരിയാട്ടൻ തകർത്തു, അതിലുള്ള എന്നെയും തകർത്തു, അടിച്ചു തകർത്തു പപ്പടം കൊണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായി. പപ്പടം തലക്കടിക്കുന്ന ഒരു സീൻ ഇപ്പൊ നാരായണ ജയ എന്ന് പറഞ്ഞിട്ട് ഒരു സോങ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു സീനുണ്ട്, പപ്പടം കൂടെ എടുത്ത് ഹരിയാട്ടനെ തലക്കടിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് പപ്പടം എടുത്ത് അടിച്ചല്ലോ, അടിച്ചിട്ട് ആ നിന്ന ഒരു ആളുണ്ട്, സൈഡിൽ നിന്നൊരു മനുഷ്യൻ, അദ്ദേഹമാണ് ഇത് കമത്തുന്നത്. ഇദ്ദേഹത്തിന് പിറ്റേ ദിവസം ഷൂട്ടില്ല, പക്ഷെ പുള്ളി പിറ്റേ ദിവസം വന്നു. എന്താ സംഭവം ചോദിച്ചപ്പോൾ പുള്ളി വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, മറ്റേ ജോത്സ്യൻ ഹരിപത്രാവർ എന്ന സിനിമയിൽ അഭിനയിച്ചു, ഞങ്ങൾ ചേരിക്ക് അടിയും കൊടുത്ത് പപ്പടക്കൊട്ട എടുത്ത് കടയിൽ കമത്ത സീനൊക്കെ ഉണ്ടായിരുന്നു. ഈ അമ്മയ്ക്കാകെ പ്രശ്നമായി. അമ്മ പറഞ്ഞു നീ ശാപം എവിടെ കളയോടോ എന്നൊക്കെ ചോദിച്ചിട്ട് പിറ്റേ ദിവസം ഈ പുള്ളി വന്നിട്ട് എന്നോട് പറയാം എനിക്ക് അമ്മയ്ക്ക് ഉറക്കമില്ല, എനിക്ക് ഭക്ഷണവും തരുന്നില്ല, ഒന്ന് വീഡിയോ കോളിൽ സംസാരിക്കണം. അവസാനം ഞാൻ ആ അമ്മയോട് വീഡിയോ കോളിൽ സംസാരിച്ചു. അവർ അമ്മ ഇത് സിനിമയാണ്, അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. ആലോചിച്ച് നോക്കിയ ആളുകളുടെ അവസ്ഥ. അതുപോലെ നമ്മൾ ഈ ഫെബിന്റെ കാര്യത്തിലേ, ഞാൻ പല ഡയറക്ടേഴ്സുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്, പല ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പോയിട്ടുണ്ട്, വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എപ്പോഴും വളരെ കൂളാണ്. ആ ഡയറക്ടറുടെ ഒരു ടെൻഷനോ എപ്പോഴും ഞങ്ങൾ ഒബ്സർവ് കൂളായതുകൊണ്ടല്ല, ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണ്. ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോഴേ റെസ്പോൺസിബിലിറ്റി ഫുള്ള് പുള്ളിക്കല്ലേ. എല്ലാവരുടെ അടുത്തും ഇടപെടുന്ന ഒരു രീതി വളരെ സോഫ്റ്റ് ആയതുകൊണ്ടാണ്, പക്ഷെ നല്ല ടെൻഷനുള്ള ആളാണ്, ഇൻട്രോവേർട്ട് ആണ് ബേസിക്കലി. സോഫ്റ്റ് ആയിട്ടാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കും തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് എന്നോട് ഒരു ഡയറക്ടർ, എന്നെ പോലെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ഒരു ആക്ടറിന്റെ ചെവിയുടെ അടുത്ത് വന്നിട്ട് ധനേഷ് അത് ഇങ്ങനെ അല്ലെ അവിടെ വന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ ഇടയ്ക്ക് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കയറി പറയും. വേറെ ഡയറക്ടർ പോടാതെ പറയത്തില്ലേ? അല്ല, അത് ഞാൻ ഇവരോട് ഭയങ്കര ഇതായിട്ട് സ്നേഹം കൊണ്ടൊന്നല്ല, എനിക്ക് അല്ല എനിക്ക് ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടണം ഇവരുടെ അടുത്ത്. അപ്പൊ ഇവരെ അതുപോലെ നോക്കി എന്താ പറയാ നോക്കി വളർത്തിക്കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് ഇവരെ മാനസികമായിട്ട് തളർത്താതെ നമ്മളിങ്ങനെ അങ്ങനെ പറഞ്ഞാൽ എനിക്ക്. അല്ല, ഇടയ്ക്ക് നിഖില പറയുന്നത് കേട്ടു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര സ്വീറ്റ് ആയിട്ട് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്? വളരെ മാന്യമായി പറഞ്ഞിട്ടേ, നിഖിലേക്ക് ഈ വിവാഹ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നിഖില ഇതിനകത്ത് എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പം കോസ്റ്റ്യൂം ഇട്ടിട്ട് നമ്മുടെ ഇപ്പം ചില പാസിങ് ഷോട്ടൊക്കെ ഉണ്ട്. അപ്പം അതായത് ഇവര് നിൽക്കുമ്പോൾ നിഖില ജസ്റ്റ് പാസ് ചെയ്ത് പോയാൽ മതി. അപ്പം അതിനുവേണ്ടി ഈ സാരി 2 മണിക്കൂർ മുന്നേ ഈ കല്യാണ വേഷത്തിൽ ഒരുങ്ങണമല്ലോ. ഇത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു മാറിക്ക് പൊയ്ക്കോ എന്ന് പറയും. അപ്പൊ അതുപോലെ അവര് ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ആക്ച്വലി എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കര രസമായിട്ടാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഹക്കിമാണെങ്കിലും എല്ലാവരും നല്ലൊരു ടീമായിട്ട് നല്ല രസമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വലിപ്പ ചെറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാം കൂടെ വയനാട്ടിൽ ശരിക്കും ഞങ്ങൾ വേറൊരു വൈബ്, വേറൊരു ഗ്യാങ് തന്നെ ആയി തീർന്നായിരുന്നു. സംഘം അത് ഇവരൊരു ഗ്യാങ്, ഇവര് ഭയങ്കര ഒരു വേറെ ഏതൊരു നമ്മുടെ കല്യാണത്തിലൊക്കെ ചില ടൂർ വന്ന പോലെ ഒരു അലമ്പ് ടീം വരുമല്ലോ നമ്മുടെ കല്യാണത്തിനൊക്കെ, അതുപോലെയാണ്. എങ്ങനെയാണ് ഈ കാസ്റ്റിംഗ് പ്രോസസ്സ് ശരിക്കും നടന്നത്? പ്രോസസ്സിങ് അതിന്റെ കാസ്റ്റിംഗ് ആദ്യം നമ്മുടെ കഥ പ്രകാരം വിവിധ സ്ഥലങ്ങൾ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന ഭർത്താക്കന്മാർ വേണം എന്നുള്ളതാണ്. നമ്മുടെ സ്ലാങ് ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പം വിവിധ ഭാഷ എന്ന് ഞാൻ പറഞ്ഞത്, വിവിധ സ്ലാങ്ങുകളിൽ സംസാരിക്കുന്ന പിന്നെ ആളുകൾ അതായിരുന്നു നോക്കിയിരുന്നത്. കേരളത്തിന് അങ്ങേയറ്റം ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ അല്ല, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് പിന്നെ വിവിധ സ്ലാങ്ങുകൾ സംസാരിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ടാണ്
പലരും ഇപ്പം ഹരിച്ചേട്ടനാണെങ്കിൽ പത്തനാപുരംകാരൻ, ഇപ്പം ലാലം മലപ്പുറം, അതാണ് ഞാൻ ആ ഒരു സ്ലാങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഖിൽ കവലിയൂർ തിരുവനന്തപുരം, ജയകൃഷ്ണൻ തിരുവല്ല ഭാഗം, പിന്നെ നമ്മുടെ ഇർഷാദ് തൃശ്ശൂരാണ്. അപ്പോൾ ആ ഒരു അതിനൊരു ഭംഗിയുണ്ടല്ലോ ഈ വിവിധ സ്ലാങ്ങുകൾ പറയുന്ന ആളുകൾ. അതൊരു സ്ഥലത്തെത്തുക എന്ന് പറയുന്നത്, അവരെല്ലാരും കൂടി ഒരു സ്ഥലത്തെത്തുക എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭംഗി ആലോചിച്ചിട്ടാണ് ഇതാക്കിയത്. അപ്പൊ ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാരുടെ എന്താ സ്ലാങ് ആണ് വേണ്ടത്, അങ്ങനെയാണ്. അപ്പൊ സ്ക്രിപ്റ്റിന് അക്കാര്യത്തിൽ എന്തെങ്കിലും ചലഞ്ചസോ അങ്ങനെ എന്തെങ്കിലും? രശ്മി സ്ക്രിപ്റ്റ് ചെയ്തപ്പോ അതെങ്ങനെയായിരുന്നു ആ പ്രോസസ്സ്? സ്ലാങ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി. നമുക്കത് മാനേജ്, ഇപ്പൊ എനിക്കായാലും ഫെബിനായാലും ഞങ്ങൾക്കത് മാനേജബിൾ ആയിരുന്നു. പിന്നെ നമ്മളെ കൂടെ ഒരു ടീം ഉണ്ടല്ലോ, നമ്മളെ എഡീസ് ആണെങ്കിലും നമ്മളെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാണെങ്കിലും എല്ലാവരും നമുക്കത് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് ആ സ്ലാങ് പിടിക്കാൻ പറ്റി. അതിൽ ആർട്ടിസ്റ്റുകളുടെ അപ്പൊ അവരെ കംഫർട്ട് ലെവലിൽ ഇപ്പം അരിച്ചേട്ടൻ പറയുന്നത് അരിച്ചേട്ടന്റെ നാട്ടിലുള്ള ഭാഷയാണ്. അപ്പൊ നമ്മൾ എഴുതി വെച്ച സ്കെൽട്ടൻ പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പുള്ളിയുടെ ഭാഷയിലേക്ക് ആക്കാൻ പുള്ളിക്ക് കഴിയും. ഈ പറയുമ്പോ ഇൻട്രോ ആണ് പറയുന്നത് എല്ലാവരും. ഏതാ ഒരു പെൺകുട്ടി കുറെ പേരെ കല്യാണം കഴിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നത് ഒരു ഇൻട്രോ മാത്രമാണ്. അപ്പൊ ഇനി ഇതാണ് സിനിമ എന്ന് ചിന്തിക്കരുത്. ഇവിടുന്ന് എന്തൊക്കെയോ സിനിമയുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോഴും അത് അറിയത്തില്ല കേട്ടോ. അതറിയാവുന്ന ഒരേ രണ്ട് മനുഷ്യരാണ് ഇതിന്. അപ്പൊ നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ഞങ്ങൾക്ക് സിനിമ എന്താണെന്ന് ഞാൻ ഇടയ്ക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണോ സിനിമ? ഒന്നും പറയില്ല ചേട്ടാ, റിവ്യൂ കാണാനെങ്കിലും ഒന്ന് വിളിക്കണേ. കേരളത്തിലെ ഒട്ടുമിക്ക കല്യാണങ്ങളുടെ പൊരുത്തം നോക്കി സെറ്റ് ചെയ്ത ആളാണിത്. സെറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ഞാൻ വിചാരിച്ചു പറയാമോ, ഞാൻ അതങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം നമ്മള് ജോത്സ്യൻ അല്ലാതെ ഒരു സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ചേക്കുക, അതാണെങ്കിൽ ഇങ്ങനെ ഒരാളും. അതെങ്ങനെയുണ്ട്, എങ്ങനെ പോകും, നോക്കിയിട്ടൊക്കെയാണോ അഭിനയിച്ചത്? ഇല്ല, ഞാൻ പറഞ്ഞില്ല അഭിനയിക്കാനുണ്ടായ സാഹചര്യം പറഞ്ഞു. പക്ഷെ എന്നാ നമുക്ക് ഈ സിനിമയുടെ ഒരു പ്രത്യേകത, നമ്മളിപ്പോ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത സ്റ്റോറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം നമ്മൾ വായിച്ചറിഞ്ഞ, നമ്മളെ ഈ സിനിമയ്ക്ക് മുമ്പും ഈ സെയിം സംഭവം ഉണ്ടായിരുന്നു, ഈ സിനിമയ്ക്ക് ശേഷം ഞാൻ അയച്ചു ഒരു തിരുവനന്തപുരത്ത് ഒരു സംഭവം ഇതേപോലെ 5-6 പേരെ കല്യാണം കഴിച്ചൊരു യുവതിയെ പറ്റിയുള്ളൊരു വാർത്ത വന്നു. നമ്മുടെ യൂണിറ്റിലെ ചേട്ടന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി ആദ്യത്തെ 4 ദിവസം കഴിച്ചിട്ട് എന്നെ സൈഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇത് വിവാഹ തട്ടിപ്പാണോ സംഭവം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ വിവാഹ തട്ടിപ്പാണ് എന്ന് പറഞ്ഞു. ചേട്ടാ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനതെല്ലാം കേട്ടു. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു. 1 മാസം 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ അടുത്തൊരു പെൺകുട്ടീനെ അറസ്റ്റ് ചെയ്തു. അത് ഈ പുള്ളിക്കാരനെ പറ്റിച്ചു പോയ പെൺകുട്ടിയാണ്. ദൈവമേ, ഇത് മൊത്തം അറമ്പറ്റുള്ള കാര്യങ്ങളാണല്ലോ പറയില്ലേ. നേരത്തെ കല്യാണം കഴിച്ചല്ലോ, പേര് പ്രശ്നമാണല്ലോ. ലൊക്കേഷൻ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണല്ലോ. അതുപോലെ വയനാടൊക്കെ ആണെന്ന് ചേട്ടൻ പറഞ്ഞു. വയനാട് പിന്നെ മൈസൂരൊക്കെ അല്ലേ? അതെങ്ങനെയാണ് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിയത്? നമ്മുടെ കഥ നടക്കുന്നത് കണ്ണൂർ കുടിയാൻമലയായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷനും കുറച്ച് അതിന് അനുബന്ധിച്ച് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത് കുടിയാൻമല നമുക്ക് ആ കണ്ണൂർ ഭാഗത്ത് അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വയനാട് അതിന്റെ ഒരു ജോഗ്രഫി ലൈനിൽ കിട്ടുന്ന ഒന്ന് വയനാടായിരുന്നു. അങ്ങനെ വയനാട്ടിലേക്ക് എത്തിയതാണ് ഞങ്ങള്. പിന്നെ വയനാട്, പിന്നെ മൈസൂർ എന്ന് പറയുന്നത് ആദ്യം ഞങ്ങൾ കഥയിൽ എഴുതുമ്പോൾ ബാംഗ്ലൂർ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ മൈസൂരിൽ എത്തിയപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഒരു പഴയൊരു സിറ്റിയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ 2 സ്ഥലങ്ങളും തീരുമാനമായത്. മൈസൂരൊക്കെ അതിന്റെ മാക്സിമം ബ്യൂട്ടിയിൽ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെ ഒരു സോങ് ഉണ്ട്, അത് റിലീസായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു ഞാൻ മനസ്സിലായി, വിഷ്വലി മൈസൂരിനെ ഇത്രയും ഭംഗിയിൽ കാണിച്ച ഒരു കന്നഡ പടം ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അജു വർഗീസും രമേശ് പിഷാരടിയൊക്കെ കുറച്ച് നാളായിട്ട് കുറച്ച് സീരിയസ് റോളുകൾ ചെയ്യുന്ന പോലെ ഒരു ഇമേജിലേക്ക് വന്നായിരുന്നു. ഇപ്പം വീണ്ടും നമ്മൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ അവരുടെ പഴയ ഒരു ഫൺ എലമെന്റ് വീണ്ടും പുറത്തു വന്ന പോലെ നമുക്ക് തോന്നി. അങ്ങനെയാണോ ശരിക്കും സിനിമയില്? നിങ്ങൾ കണ്ട പഴയ അജു വർഗീസിനെയും പഴയെന്നല്ല, അവരിപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പിഷാരടിയും അജു വർഗീസിനെയും കാണാം. നകുലന്റെ പഴയ ഗംഗയൊക്കെ മാറ്റി അജു വർഗീസ് ഒക്കെ പഴയ എന്റെ കൊച്ചിലേക്ക് ഞാൻ കണ്ട അജു വർഗീസ് ലെവലിലേക്ക് എത്തി. അജു വർഗീസിന് എത്ര വയസ്സുണ്ടെന്നുള്ളത് അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ഈ അടുത്ത് അവര് കുറച്ച് സീരിയസ് കഥാപാത്രങ്ങളിൽ പോയി, പക്ഷെ ഒരു ഏറ്റവും നല്ല ഫണ്ണായിട്ടുള്ള അത് കോൺഷ്യസ്ലി ചെയ്തതാണോ അവര് പ്രേക്ഷകർക്ക് ആ പഴയതുപോലെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി? അങ്ങനെയല്ല, നമ്മുടെ ഈ കഥാപാത്രങ്ങൾ ഇവർ ചെയ്താൽ ഏറ്റവും നന്നാവും എന്നുള്ള തോന്നലാണ്. അതായത് വിജയകുമാർ ഈ പിഷാരടി വരുന്ന ഒരു ക്യാരക്ടർ, ഇന്ന് വരുന്നൊരു സ്ഥലവും
പുള്ളിയുടെ ഒരു പശ്ചാത്തലമൊക്കെ ഏറ്റവും കൂടുതൽ നന്നായി ചെയ്ത് പിഷാരടിക്കാന്ന് ഞങ്ങൾക്ക് തോന്നി. ഓക്കെ. ഇതുപോലെ തന്നെ ഇതിലെ സുഭാഷ് എന്ന ക്യാരക്ടറാണ് വിജയ് പിന്നെ നമ്മൾ അജു വർഗീസ് ചെയ്യുന്നത്. അപ്പൊ അയാളുടെ പശ്ചാത്തലവും പിന്നെ അയാളുടെ ഒരു പെരുമാറ്റ രീതികളൊക്കെ അജു വർഗീസ് ചെയ്താലായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ളത് തോന്നി. അങ്ങനെയാണ്. ഓക്കെ. എന്തായാലും പേര് പെണ്ണ് കേസ് എന്നാണ്. ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു സ്ത്രീയാണ് ആ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹൗ ഡിഡ് യു ഫീൽ? എങ്ങനെ തോന്നി? ഇതിലുള്ള തോട്ട് പ്രോസസ് എല്ലാം എത്രത്തോളം സിങ്കായി ഒന്ന് പറയാമോ? ഞങ്ങള് സുഹൃത്തുക്കളാണ്. അതിനപ്പുറത്ത് ഈ രശ്മിയായിട്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ചിലത് രശ്മിക്ക് ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാവും, നല്ല തർക്കങ്ങൾ ഉണ്ടാവും. ഇപ്പം ചില ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് നമ്മൾ പിന്നെ ഫോൺ കട്ട് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും ഒരു എംഇതിൽ എത്തുകയാണ് ചെയ്യല്. അങ്ങനെയൊക്കെ ഇത് എനിക്ക് തോന്നുന്നു ഈ രണ്ടുപേരും എഴുതുകയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രോസസ്സാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ ചില ക്യാരക്ടേഴ്സ് ഇപ്പം വലിക്കുക, എനിക്ക് പെട്ടെന്ന് വലിക്കുക കുടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഈസി ആണല്ലോ. അപ്പൊ രശ്മിക്ക് ഇത് രണ്ടും ഭയങ്കര വിരുദ്ധമാണ്. അപ്പൊ രശ്മി അറിയും വലിക്കാൻ പാടില്ല, എൻ്റെ ക്യാരക്ടർ വലിക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ പേരിലൊക്കെ ചിലപ്പോൾ തർക്കങ്ങൾ നടക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം സ്മോക്ക് അലർജിക് ആണ്. അപ്പൊ എനിക്ക് അല്ല, ഞാനത് വലിക്കുമ്പോൾ നമ്മൾ ഈ സമയം പോക്കാൻ ഒരു ക്യാരക്ടർ സമയം പോക്കാൻ നമ്മൾ ആദ്യം തന്നെ എഴുതുക. ഇയാൾ വലിക്കുന്നു എന്ന് എഴുതുമല്ലോ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ രശ്മി വലിക്കാൻ പാടില്ല, എൻ്റെ ക്യാരക്ടർ വലിക്കാൻ പാടില്ല. എനിക്കും തോന്നിയിട്ടുണ്ട്, എന്തിനാണ് ഈ ക്യാരക്ടർ സമയം പോക്കാൻ വലിക്കുന്നത്. അല്ല, അത് അപ്പൊ നമ്മൾ ചിലതിന് ആവശ്യം വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിന് ഡെവലപ്പ് ചെയ്ത രീതിയിലായിരിക്കും. അപ്പം ഇതിന് വലിയ അടി നടക്കും. രശ്മിയായിട്ട് ഉണ്ടാകുമ്പോഴുള്ള ഏറ്റവും പ്രശ്നമായിരുന്നു അത് ഇങ്ങനത്തെ കുറെ ഇതിലൊക്കെ. അപ്പൊ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. പോരാട്ടം വിജയിച്ചോ? കൂട്ടുകാരനെ സുരക്ഷിതമായ സേഫ് സ്പേസിലേക്ക് ആക്കിയ? അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ബാക്കി അവന്റെ യോഗം പോലെ ഇരിക്കും. ഞാൻ ഈ മറുപടി പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. കാരണം ഇത് അവസാനം എന്തായിന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങായിരുന്നല്ലേ പറഞ്ഞോ, ഇപ്പൊ ഇവിടെ അടി നടന്നേ. ഡയറക്റ്റ് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ദിവസം ചോദിച്ചു, സത്യം പറയാം ഇത് എങ്ങനെയാണ് ഈ സിനിമ അങ്ങോട്ട് പോകുന്നത്, അതെല്ലാം കണ്ടാ മതി, നമുക്കറിയില്ല ഇത് എങ്ങോട്ടാ പോകുന്നത്. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ഇത് പറഞ്ഞോ എന്നറിയാൻ വേണ്ടിയാണ്. ഒരു പിടിയില്ല. ഇവര് ലാല മലപ്പുറത്തിന് എനിക്ക് തോന്നുന്നു ഇവര് ഇര ശരിക്കും ലാല മലപ്പുറമായിരുന്നു തോന്നുന്നുണ്ട്. ഇവരൊക്കെ ഭയങ്കര നല്ലൊരു ചെറുപ്പക്കാരനാണ് കേട്ടോ. ഞങ്ങൾ ചുമ്മാ ലാലയുടെ തോടെ ലാലയാണ് മെയിൻ ഇതിലെ നായകൻ. ഞങ്ങൾ പാട്ടൊക്കെ എഴുതി ലാല ലാല നിഖില ലാല ലാല നിഖില ലാല. എന്തായാലും ടീം കണ്ട് സംസാരിച്ചു, ട്രെയിലർ കണ്ടു, പാട്ട് കണ്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഫൺ പാക്ഡ് മൂവി ആയിരിക്കും പെണ്ണ് കേസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി ചെന്ന് കാണും. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. നൈസ് ആയിരുന്നു നമ്മുടെ സംസാരം, വെരി നൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.